ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. കെമിസ്ട്രിയിൽ നിന്നും PSC പരീക്ഷയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു ചോദിക്കുന്ന ആവർത്തന പട്ടിക, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആവർത്തന പട്ടികയുടെ പിതാവാണ് ദിമിത്രി മെൻഡലീഫ്. ആവർത്തന പട്ടിക കണ്ടുപിടിച്ച വർഷം 1869. ദിമിത്രി മെൻഡലീഫാണ് ആവർത്തന പട്ടികയുടെ പിതാവ്. 1869 അദ്ദേഹം ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ് കണ്ടുപിടിച്ചത്. ആധുനിക ആവർത്തന പട്ടിക ഹെൻറി മോസ്ലി ആണ് കണ്ടുപിടിച്ചത്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് തരംതിരിച്ച് പട്ടിക തയ്യാറാക്കിയതെങ്കിൽ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് മോസ്ലിയാണ്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ലോതർ മേയർ ആണ് ടേബിൾ ഉണ്ടാക്കിയത്. പീരിയോഡിക് ടേബിൾ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചത് മെൻഡലീഫ്. അറ്റോമിക സംഖ്യയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലിയും അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ലോതർ മേയറുമാണ് തരംതിരിച്ചത്. പീരിയോഡിക് ടേബിളിൽ ആകെ പിരീഡുകളുടെ എണ്ണം 7 ആകെ പിരീഡുകളുടെ എണ്ണം 7. ഏറ്റവും ചെറിയ പിരീഡ് ഇതിൽ ഒന്നാമത്തെ പിരീഡാണ്. ഏറ്റവും വലിയതായപ്പോഴേക്കും 6ാമത്തെ പിരീഡാണ് ഏറ്റവും വലിയ പിരീഡ്. ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ഗ്രൂപ്പാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ആകെ മൂലകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 118 മൂലകമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിലവിലുള്ളത്. സ്വാഭാവിക മൂലകങ്ങൾ അതിൽ 92 ഉണ്ട്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ആദ്യമായിട്ട് കണ്ടെത്തിയ കൃത്രിമമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ മൂലകമാണ് ടെക്നീഷ്യം. രണ്ടാമത്തെ കൃത്രിമ മൂലകമാണ് പ്രൊമിത്യം. ആദ്യത്തെ ടെക്നീഷ്യം, രണ്ടാമത്തെ കൃത്രിമ മൂലകം പ്രൊമിത്യമാണ്. ഇനി ഗ്രൂപ്പുകളെ കുറിച്ച് നോക്കുമ്പോൾ ഒന്നാം ഗ്രൂപ്പിനെ ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. രണ്ടാം ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. 13ാമത്തെ ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി എന്ന് വിളിക്കുന്നു. 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ കുടുംബം, കാർബൺ ഫാമിലി എന്ന് വിളിക്കുന്നു. 15ാം ഗ്രൂപ്പിനെ നൈട്രജൻ കുടുംബം, നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കുന്നു. 16ാം ഗ്രൂപ്പിനെ ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്ന് വിളിക്കുന്നു. ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്ന് 16ാം ഗ്രൂപ്പ് എലമെന്റിനെ നമ്മൾ വിളിക്കുന്നു. 17ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ ഹാലോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഹാലോജനുകൾ എന്ന് വിളിച്ചാൽ 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 18ാം ഗ്രൂപ്പിനെ അപ്പോൾ അലസവാതകങ്ങൾ അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എലമെന്റ്സ്, അലസവാതകം അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നൊക്കെ വിളിച്ചാൽ 18ാം ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. ബ്ലോക്ക് മൂലകങ്ങൾ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്കിൽ പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള ഇതിനെ സംക്രമണ മൂലകങ്ങൾ. അത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. 1, 2 ഗ്രൂപ്പ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നെങ്കിൽ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ബ്ലോക്കിലാണ്. അടുത്തത് 13 മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ പി ബ്ലോക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 13 to 18 പി ബ്ലോക്ക്. ഇനി ഏറ്റവും അവസാനം മാറ്റി നിർത്തിയേക്കുന്ന ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുകളും എഫ് ബ്ലോക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എഫ് ബ്ലോക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പേര് കൊടുത്ത പുതിയ മൂലകങ്ങൾ നോക്കാം. നിഹോണിയം 113ാമത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ പേര് കൊടുത്ത് വെച്ചു. മോസ്കോവിയം 115, ടെന്നീസൺ 117, ഒഗനേസൺ 118. ഇതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പേര് കൊടുത്ത് പട്ടികയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ്. നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നീസൺ 117, ഒഗനേസൺ 118. അതിന്റെ സിമ്പിൾ കൂടി നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അഷ്ടക നിയമം ആരുടേതാണ്? ജോൺ ന്യൂലാൻഡ്സിന്റെയാണ് അഷ്ടക നിയമം. അഷ്ടക നിയമം കണ്ടുപിടിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. ട്രയാഡ്സ് നിയമം ആരുടേതാണ്? ഡോബറൈനർ. ട്രയാഡ്സ് നിയമം കണ്ടുപിടിച്ചത് ഡോബറൈനർ ആണ്. 99ാമത്തെ മൂലകമാണ് ഐൻസ്റ്റീനിയം. 100ാമത്തത് ഫെർമിയം.
101 മെൻഡലീവിയം, 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെൻഡലീവിയം ആണ്. 1, 2, 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. 1ഉം 2ഉം 13 മുതൽ 18 വരെയും പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് സഞ്ചരിക്കുമ്പോഴുള്ള വ്യത്യാസം ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായിട്ട് കൂടുന്നു. ഗ്രൂപ്പിലായപ്പോഴേക്കും മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായിട്ട് കൂടിക്കൂടി വരുന്നു. ഇനി ചില പ്രധാനപ്പെട്ട മൂലകങ്ങളും അതിന്റെ അറ്റോമിക് നമ്പറും നോക്കാം. ആദ്യത്തെ മാത്രം മതി അത്യാവശ്യമായിട്ട് നോക്കാനുള്ളത്. ഇതെങ്കിലും ജസ്റ്റ് കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11 ആണ്, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16 ആണ്, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20. നമുക്ക് 1 തൊട്ട് 20 വരെ ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20 ആണ്. ഇനി ചില പ്രധാനപ്പെട്ടതും കൂടെ നോക്കാം. ഇരുമ്പാണ് 26ാമത്തെ എലമെന്റ്. ചെമ്പ് 29, വെള്ളി 47, ടിൻ 50, യുറേനിയം 92, പ്ലാറ്റിനം 78, സ്വർണം 79, മെർക്കുറി 80. എല്ലാം ഒന്നുകൂടെ നോക്കാം. ഇരുമ്പ് 26, ചെമ്പ് 29, വെള്ളി 47, ടിൻ 50, യുറേനിയം 92, പ്ലാറ്റിനം 78, സ്വർണം 79, മെർക്കുറി 80. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കെമിസ്ട്രിയിൽ നിന്നും അറ്റോമിക ആവർത്തന പട്ടികയെക്കുറിച്ച് ഉള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉൾപ്പെടുത്തി തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.